ഹായ്, വെൽക്കം ടു എയ്സെഡ് അക്കാഡമി. എയ്സെഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ PETയുടെ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ടായിട്ടുണ്ട്. ഓൾറെഡി എക്സാം ഒക്കെ കഴിഞ്ഞ് എന്തിനു വേണ്ടിയിട്ട് ഇനി PETക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ നിങ്ങളുടെ എന്താണ്, നമുക്ക് ഓൾറെഡി ഡേറ്റ് വന്നിരുന്നു ഇല്ലേ? ഡേറ്റ് എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ഷിഫ്റ്റ് എത്രയാണ്, ഇതെല്ലാം നമുക്ക് ഓൾറെഡി വന്നിരുന്നു. അപ്പോൾ നമ്മുടെ PET ഡേറ്റ് അല്ലെ PETയുടെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നമുക്കിപ്പോൾ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമ്മളുടെ എന്താണ്, നേരത്തെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത്, നമ്മുടെ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ PET കണ്ടക്ട് ചെയ്യുക, നമ്മുടെ ചെന്നൈയുടെ എവിടെ നമ്മൾ പറഞ്ഞത്, അവധി ചെന്നൈയിൽ എന്ന് പറയുന്ന സ്പോട്ടിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ എന്ത് നടക്കാൻ പോകുന്നത്, PET നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ഡേറ്റും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര, 29/7 തൊട്ട് 31/7 വരെ എന്താണ് നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ PET കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്ത്, ഓരോ ക്യാൻഡിഡേറ്റിൻ്റെയും രജിസ്റ്റർ നമ്പരും, അതേപോലെ ഏത് ഡേറ്റിലാണെന്നും ഏത് ഷിഫ്റ്റിലാണെന്നും ഏത് ടൈമിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ അവിടെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും വേണ്ട, നമുക്ക് ഏത് സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. RRC MAS എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലി എന്ത് ചെക്ക് ചെയ്യാം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന എവിടെയാണ്, RRC MAC എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നാൽ 29 ജൂലൈ മുതൽ 31 ജൂലൈ വരെയാണ് എന്ത്, നിങ്ങളുടെ PET കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എവിടെ, ഈ ലൊക്കേഷന് വെച്ചിട്ടാണ് എന്ത്, അവധി ചെന്നൈ എന്ന് പറയുന്ന ഈ ലൊക്കേഷന് വെച്ചിട്ടാണ്, ചെന്നൈ RRB ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എന്ത് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ PET കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കതെങ്ങനെ മനസ്സിലാക്കാം, ആരുടെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെ നമുക്കതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരാൻ പോകുന്ന PET, നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്ത് എന്താണ് വ്യക്തമായിട്ട് എല്ലാം പറയുന്നുണ്ടായിരിക്കും. നമ്മൾ എന്തൊക്കെ കൊണ്ടു ചെല്ലണം, ഫോട്ടോ കൊണ്ട് ക്യാരി ചെയ്യണോ, കൊണ്ടു ചെല്ലണമെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അതേപോലെ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ ഡോക്യുമെൻറ്റ്സോ കൊണ്ടു ചെല്ലേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ മിക്കവാറും കൊണ്ടു ചെല്ലേണ്ടത് വരില്ല. ഇൻ കേസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അഡ്മിറ്റ് കാർഡിന് ഇല്ലാത്തൊരു കാര്യം അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ചോദിക്കുകയും നമ്മൾ റിജക്ഷനിലേക്ക് പോവുകയും ചെയ്യില്ല. പക്ഷെ അഡ്മിറ്റ് കാർഡിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അപ്പം നമ്മളെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RRC MAS എന്ന് പറയുന്ന ഈ സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ ഇൻ്റർഫേസിൽ ആദ്യമേ വന്ന് കിടപ്പുണ്ട് കേട്ടോ, എന്ത്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് എന്ത് ഔട്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ കയറുന്ന വഴി നിങ്ങൾ ഏതാണ്, അടുത്തൊരു ഇൻ്റർഫേസ് ആയിട്ടുള്ള ഈ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മളത് ഈ കൊടുത്തേക്കുന്ന ഈ നമ്പർ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇതിന്ന് ടൈപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് ഇററാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് മിസ്റ്റേക്ക് പറ്റിയോ എന്നുള്ളതല്ല. കാരണം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ PET എന്നാണോ ആ ദിവസങ്ങളോട് അടുപ്പിച്ച് എന്ത് വന്നോളൂ, നിങ്ങൾ റിലീസ് ആയിക്കോളൂ. ഉറപ്പായിട്ടും എന്തായിരിക്കും റിലീസ് ആയിക്കോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ PET എന്നാണ് നടക്കാൻ പോകുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം എന്താ, ഈ ലിസ്റ്റിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ PET ഡേറ്റും ടൈമും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ആ ഡേറ്റ് വെച്ചുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. PETക്ക് പോകുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കലിനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇനിയും നിങ്ങളുടെ മുമ്പ് ഡേറ്റ് ഉണ്ട്, ഫിസിക്കലിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, ഒരു 1000 മീറ്റർ റണ്ണും 35 കിലോ. നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ പക്കായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോഴേ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് അന്ന് പോയി ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങുക, പതുക്കെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് തുടങ്ങുക. അതേപോലെ എന്താണ് ഞാൻ പറയാൻ വന്നത്, അതേപോലെ നമുക്ക് എന്താണ്, ഈ തവണ എക്സാം കിട്ടാത്തവർ, കാരണം ഈ തവണ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നില്ലേ, നമുക്ക് 78ഒക്കെയാണ് കട്ട് ഓഫ് വന്നത് എവിടെ, ചെന്നൈയിൽ ജനറലിന്. അപ്പോൾ ഈ തവണ നമുക്ക് ജസ്റ്റിന് പോയവർക്കും അല്ലെ അടുത്ത തവണ ആദ്യമായിട്ട് എഴുതാൻ നിൽക്കുന്നവരും എല്ലാവർക്കും എന്താണ്, നമ്മുടെ August 3 നമ്മുടെ എന്ത് വരുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നു. August 3 എന്ന് പറഞ്ഞത് ഇങ്ങനെ എത്തി. അപ്പോൾ നമുക്ക് ഇനി എന്താണ്, ഇനി ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടോ, ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, മാക്സിമം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അല്ലെങ്കിൽ പഠിച്ച സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ഒന്നുകൂടെ
റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സ്കോർ എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഒരു കോഴ്സും എടുത്തിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ എനിക്ക് ഒരു ട്രൈ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ വട്ടം ഒന്ന് ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ പോവുക, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ശരി, നമുക്ക് അടുത്തൊരു റിലേറ്റഡ് ജോബ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.